കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ സുപ്രധാനമായ ഒരധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പുതിയ ചരിത്രം രചിക്കുക കൂടിയാണ് ചെയ്തത്. പ്രതിപക്ഷ പാർട്ടികളും ചില വിദഗ്ധരുമെല്ലാം ഈ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നതിനെ വലുതായി വിമർശിക്കുന്ന നില കാണുകയുണ്ടായി. കേട്ടാൽ തോന്നുക ഈ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളം മാറിയത് ഇന്നലെ നവംബർ 1-ാം തീയതിയാണ് എന്നാണ് തോന്നുന്നത്. അത് പ്രഖ്യാപിച്ചതാണ്. അതിനു മുമ്പേ ഉള്ള വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ചില വിദഗ്ധന്മാരും മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് സാധിച്ചത്, എന്തോ ആരോ കണ്ടുപിടിച്ചതുപോലെ സംഭവിച്ചു എന്നാണ്. അതിദാരിദ്ര്യ വിമുക്തമാക്കുക എന്ന അജണ്ട തന്നെ എങ്ങനെയാണ് വരുന്നത്? അത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു പ്രശ്നമാണ്. 28%, 30% അതിദാരിദ്ര്യമുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറാൻ പറ്റുമോ? ഞാൻ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. 28%, 30% UP, മധ്യപ്രദേശിലൊക്കെ ഏത് കാലത്താണ് അതിദാരിദ്ര്യമുക്ത രാജ്യമായിട്ട് മാറാൻ പറ്റുക, സംസ്ഥാനമായിട്ട് മാറാനാകുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 0.5% 2021 അതിദാരിദ്ര്യയുടെ എണ്ണം 0.7% വന്നു. അത് പിന്നീട് 5% ചുരുങ്ങി. ഇപ്പോഴും 0% അങ്ങനെയാണ് കാര്യം. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ഒരു 5 കൊല്ലക്കാലം കൊണ്ടല്ല, VMSൻ്റെ ഗവൺമെൻറ് മുതൽ നടത്തിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലിലൂടെയാണ് ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയത്. അത് കാണുന്നതിന് പകരം എന്തോ ഒരു അട്ടിമറി ഇപ്പോൾ നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആളുകൾ ധരിക്കുന്നത്. സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ റഷ്യ യഥാർത്ഥത്തിൽ അതിദാരിദ്ര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യവും അവർ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ 49-ൽ ജനകീയ ചൈന രൂപപ്പെട്ടതിന് ശേഷം 2021-ലാണ് അതിദാരിദ്ര്യം അവർ അവസാനിപ്പിച്ചത്. അതിനുശേഷം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഒരേ ഒരു നാട് കേരളം. ഈ ചരിത്രപ്രസിദ്ധമായ സംഭവം മറച്ചുവെച്ച് ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പറയുന്ന വി.ഡി. സതീശനോട് എന്താണ് പറയുക? ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, എല്ലാ ഔദ്യോഗിക അംഗീകാരത്തോടും കൂടി. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമപഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്. ഈ എല്ലാ കോർപ്പറേഷനും, എല്ലാ മുനിസിപ്പാലിറ്റിയും, എല്ലാ പഞ്ചായത്തും എല്ലാം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. എല്ലാം ഭരിക്കുന്നതിൽ കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, UDFകാരുണ്ട്. ഒരു 10-25% വരുമല്ലോ. ജില്ലാ പഞ്ചായത്തിലുമുണ്ട്, കോർപ്പറേഷനിലുമുണ്ട്. എല്ലാ പഞ്ചായത്തും, എല്ലാ കോർപ്പറേഷനും, എല്ലാ മുനിസിപ്പാലിറ്റിയും ഇതിനകം അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി, മുനിസിപ്പാലിറ്റിയായി, കോർപ്പറേഷനായി, ജില്ല ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്നേരമുള്ള ഈ വി.ഡി. സതീശൻ എവിടെയാണ് ഉണ്ടായിരുന്നത്? നിങ്ങളിത് ഒരു കൊല്ലത്തെ പ്രക്രിയയല്ലല്ലോ.
ഞാൻ മന്ത്രിസഭയിലെത്തിയ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അജണ്ട വരുന്നത്. അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രി എന്ന രീതിയിൽ ഞാനാണ്. പിന്നീട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സർവേ പൂർത്തിയാക്കിയത്. ആ സർവേ പൂർത്തിയാക്കിയതിന് ശേഷമാണ് സൂക്ഷ്മാംശത്തിൽ ഓരോരുത്തരെയും കണ്ടെത്തി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രായോഗിക പ്രവർത്തനം ആരംഭിച്ചത്. ഇത് കുറേ കൊല്ലം 4.5 വർഷമായി തുടങ്ങിയിട്ട്. അന്നൊന്നും ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും പറയാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കടുത്ത രീതിയിൽ ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇടപെട്ടപ്പോൾ അത് സഹിക്കുന്നില്ല. ആ സഹിക്കാത്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വമ്പൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനോട് ഞാൻ വെല്ലുവിളിച്ച് പറയാം, കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ, അതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഉൾപ്പെടെ മുഴുവൻ തട്ടിപ്പാണോ? ആളുകളെ പറഞ്ഞ് വിഡ്ഢിയാക്കുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമാണ്. എന്ത് കളവും പറയാൻ യാതൊരു മടിയുമില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് വിദഗ്ധന്മാരും. അതാണിപ്പോൾ കേരളത്തിൽ കണ്ട ഒരു ചിത്രം. ഞങ്ങൾ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത്, അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നും ഇന്ന് ലോക ചരിത്രത്തിൽ കേരളം തന്നെയാണ്. ഇന്നലത്തോടുകൂടി ബാക്കിയുള്ള ഒന്ന് ചൈനയാണ്. ബാക്കിയെല്ലാം മുതലാളിത്ത സമൂഹവും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. അങ്ങനെയുള്ള രാജ്യത്ത് എവിടെയാണ് അതിദാരിദ്ര്യം അവസാനിക്കുക? അതല്ലേ മുതലാളിത്തത്തിൻ്റെ രീതി. അല്ലെങ്കിൽ പറയട്ടെ, ഞാൻ കുറേ പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ട് ഏറ്റവും ഒരു പത്രക്കാരൻ ഒരു ചോദ്യം അതിനുമായി മറുപടിയായി ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്ഥലത്തും. ഇവിടെയും പറയാം ഞാൻ, മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. അങ്ങനെ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന ഒരു മുതലാളിത്ത സമൂഹത്തിൽ എവിടെയെങ്കിലും അതിദാരിദ്ര്യം അവസാനിക്കുമോ? കൂടിക്കൂരുവല്ലേ ചെയ്യുക. അപ്പോൾ ഒരു ബദലാണ്. ആ ബദലാണ് കേരളം. വെറുതെ ഒരു കേരളം എന്ന് പറഞ്ഞാൽ പോരാ. അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബദൽ നിലപാട് മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനമാണ് കേരളത്തെ ഈ തരത്തിലേക്ക് ഉയർത്തിയത്. അതാ കാര്യം. അത് തിരിച്ചറിയാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, അന്ധത മൂത്ത് എന്തും പറയാം, എന്തും എഴുതാം എന്ന രീതിയിൽ ഇവിടെ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും ശക്തിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശുദ്ധ അസംബന്ധമാണ് എഴുന്നള്ളിക്കുന്നത്. ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. യഥാർത്ഥത്തിൽ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെ അതിൻ്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ 0.7% എന്ന് നീതി ആയോഗ് പറഞ്ഞ കണക്കനുസരിച്ച് ആ 0.7% കണ്ടെത്തി അവർക്ക് സൂക്ഷ്മാംശത്തിൽ ഓരോരുത്തരെയും നിങ്ങൾ മനസ്സിലായിക്കോ, 64,006 അതിൽ 64,005 ആയി. ഒരാൾ കുറവ്. മന്ത്രിസഭാ യോഗം ചേരുകയാണ്. മന്ത്രിസഭാ യോഗം ചേരുമ്പോഴാണ് ഒരാൾ കുറവാണ്. അത് എറണാകുളം ജില്ലയിലാണ്. അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ തർക്ക പ്രശ്നം വന്നിട്ട് സാധിക്കുന്നില്ല. മന്ത്രിസഭയാണ് ആ ഭൂമിയുടെ തർക്ക പ്രശ്നം പരിഹരിച്ച് അദ്ദേഹത്തിന് ലഭിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ 64,005 കഴിഞ്ഞ് 6ാമത്തെ ആൾ അവിടെ എറണാകുളം ജില്ലയിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ തർക്കം പരിഹരിച്ച് അത് കഴിഞ്ഞ് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ഈ ഒന്ന് കുറഞ്ഞു പോയതുകൊണ്ട് പ്രഖ്യാപിക്കാൻ പ്രയാസപ്പെട്ടത്. അതൊന്നുകൂടി ആയപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു. ആരാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്? എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? CPIM. ഒന്ന് കുറഞ്ഞു പോയതുകൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ ഈ ജില്ല അതിദാരിദ്ര്യമുക്തമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ
മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആ ജില്ല ഈ അതിദാരിദ്ര്യമുക്തമാണെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങളാരുമല്ല, കോൺഗ്രസ്സാണ്. അത് സ്വന്തം ജില്ലയാണ്. വി ഡി സതീശൻ്റെ കോൺഗ്രസ് നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തു പറയാം, അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തു പറയാം, യാതൊരു മടിയില്ല. ഇമാതിരി ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും, അതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം. അതുകൊണ്ട് അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൽ ഇനി ഞങ്ങളുടെ ഉന്നം ദാരിദ്ര്യം അവസാനിപ്പിക്കൽ തന്നെയാണ്. ഇപ്പം അതിദാരിദ്ര്യമല്ലേ അവസാനിപ്പിച്ചിട്ടുള്ളൂ, ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കുക. അത് കുറേ അധികം വരും. അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനം. അത് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആവേശകരമായ ഒരു പ്രഖ്യാപനമായിട്ടാണ് ഇത് മാറിയത്. കേരളത്തിലെ 1 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് ആനുകൂല്യം പ്രഖ്യാപിച്ച ഇതുപോലെ ഒരു പദ്ധതി ഇതിനു മുമ്പ് ഒരുക്കിയുണ്ടായിട്ടില്ല. 1 കോടിയിലധികം ആൾക്ക് ഒറ്റയടിക്ക് ഒരു മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ നവംബർ 1 ഇന്നലെ മുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംവിധാനം ഇതിനു മുമ്പ് പറയാൻ പറ്റില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള വെപ്രാളത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. അതാണ് കാര്യം. വലിയ വെപ്രാളത്തിലാണ്. ഇനി എങ്ങനെ ഇതിനെ നേരിടുന്നുള്ളതാണ്. അത് വെച്ചാണ് കളവിങ്ങനെ അടിച്ച് പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നവംബർ 1 മുതൽ നടപ്പിലാക്കുക. 31.43 ലക്ഷം നമ്മൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക് 1000 രൂപ പ്രകാരം കൊടുക്കുകയല്ലേ. ആ പദ്ധതി ഇന്നലെ മുതൽ ആരംഭിച്ചില്ലേ. 31 ലക്ഷത്തിലധികം ആൾക്കാർ, 31.34 ലക്ഷം ആളുകൾക്കാണ് ആനുകൂല്യം കിട്ടാൻ പോകുന്നത്. 62 ലക്ഷം ആളുകൾക്കാണ് 400 രൂപ ഒറ്റയടിക്ക്. നമ്മളവിടെല്ലാം കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കാരണം പ്രയാസത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ പ്രകടന പത്രികയിൽ, ഇപ്രാവശ്യമല്ല അതിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ ഞങ്ങൾ എത്രയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പത്രക്കാർക്ക് നിങ്ങൾക്കാണല്ലോ ഓർമ്മയുണ്ടാവേണ്ടത്. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക്, കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ളവർക്ക് എത്രയായിട്ട് വർദ്ധിപ്പിക്കുന്ന പറഞ്ഞ് അല്ല, ഇതെല്ലാം ഞാൻ ഈ ഇലക്ഷനല്ല, അതിന് അപ്പുറത്തെ ഇലക്ഷനാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നില്ല. അത് പറയാം 1000 പറഞ്ഞ ഞങ്ങൾ. പക്ഷേ ആ 1000 എന്നുള്ളത് എത്രയാക്കി? 1600 ആക്കി. ഞങ്ങൾ ഇപ്രാവശ്യത്തിലാണ് പറഞ്ഞത് 2500. അതാ ഞാൻ പറയാൻ പോകുന്നത്. ഈ 2500 2 ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിന് തരേണ്ടത് തരാതെ, 10,000 കോടി രൂപ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പൈസ തരാതെ ഞങ്ങളിപ്പോൾ 1600 നിന്ന് 2000 ആക്കി. ഇനി ഈ പണമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ 2500 ആക്കും. ഞങ്ങൾ പറഞ്ഞു വെച്ചത് 2500 ആണല്ലോ. ആ 2500 ആക്കും. ആളുകളുടെ ധാരണ എന്തായാലും എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കും. ഏത് ഈ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട പണമില്ലേ? തരുന്നില്ലല്ലോ. കുടിശ്ശിക മാത്രമല്ല, നമുക്ക് തരേണ്ടുന്ന, നമുക്ക് അവകാശപ്പെട്ട, കേരളത്തിന് അവകാശപ്പെട്ട പണം തരുന്നില്ല. അതിലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ലക്ഷം കോടി വരും. അത് ചെറിയ പണമൊന്നുമല്ല. അപ്പോൾ ആ പണമൊന്നും നമുക്ക് തരുന്നില്ല. തരാതെ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക വിഷമം. ആ വിഷമം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മണി മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തിട്ടാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപരോധം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട. 2500 എന്ന് പറയുന്നത് ഇവിടെ ആരോ പറഞ്ഞ പോലെ വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കീഴ്വഴക്കനുസരിച്ചാണെങ്കിൽ 1000 പറഞ്ഞിട്ട് 1600 ആക്കിയതുപോലെ 2500 പറഞ്ഞിട്ട് വേണമെങ്കിൽ 3000 ആവും. അറിയാം സാർ, അതെന്നെ ഇരിക്കുക. അല്ല, ജനങ്ങൾ പ്രതീക്ഷിക്കും. എന്താ അതിന് ഗ്യാരണ്ടി ഞാൻ പറഞ്ഞില്ലേ? എന്താ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട 2 ലക്ഷം കോടി രൂപ തരണം. വെറുതെ അതെന്താ നിങ്ങൾ പറയാതെ?
ഒരൊറ്റ പത്രത്തിന് ഒരു എഴുത്തും വരുന്നില്ലല്ലോ, ഒരു സിംഗിൾ വാചകം വരുന്നില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന പണം കേരളത്തിന് അതാ എഴുതേണ്ടത്. നിങ്ങൾ ഹെഡിങ് എഴുതാൻ തരുന്നുണ്ടെങ്കിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന 2 ലക്ഷത്തിലധികം കോടി രൂപ കേരളത്തിന് അനുവദിച്ചാൽ 2500 എന്ന് പറഞ്ഞ വാഗ്ദാനം 2500 3000 ആക്കി വർദ്ധിപ്പിക്കുന്ന എഴുത്. ധൈര്യം ഉണ്ടെങ്കിൽ എഴുതി. ഒരൊറ്റ ഒരുത്തർ എഴുതൂല എന്ന് എനിക്കറിയാം. ആളാ വെല്ലുവിളിച്ചിട്ട് ഞാൻ പറയുന്നത്. ധൈര്യത്തോടുകൂടി നിങ്ങൾ എഴുതുന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ പറ. ടി വി വെച്ചാൽ നോക്കാം. ടി വി വെച്ചാൽ നോക്കാം. നോക്കാം. വരട്ടെ. ഞാൻ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും, വൃത്തിയായിട്ട് വിശ്വസിക്കും. അതിനെന്താ സംശയം? ഞങ്ങൾ പറഞ്ഞത് എന്താണോ അത് നടപടിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞതും വളരെ കറക്റ്റാണ്. 2 ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് തരേണ്ടുന്നത് ഉപരോധം മാറ്റി ആ 2 ലക്ഷം കോടി രൂപ ഞങ്ങൾക്ക് തന്നാൽ കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള ഈ അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് 2000 രൂപ ഇപ്പോൾ കൊടുത്തത് 2500 രൂപ കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അധികരിച്ച് 3000 രൂപ കൊടുക്കും. ഉറപ്പാണ്. ഈ ഗ്യാരണ്ടി മനസ്സിലായില്ലേ? ഈ ക്ലോസ് കാരണം ഞങ്ങൾ ഗവൺമെൻറ് എന്ന് പറയുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ടില്ലേ? അല്ലാണ്ട് വേറെന്താ വ്യത്യാസം? ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഈ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് കൊടുക്കില്ലേ 1000 രൂപ പ്രകാരം? 5 ലക്ഷം ചെറുപ്പക്കാർക്ക് 18 വയസ്സ് കഴിഞ്ഞ് അവരിപ്പോൾ ഉദ്യോഗം, അതായത് +2 കഴിഞ്ഞു, IT കഴിഞ്ഞു, പോളിടെക്നിക്ക് കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ട, ജോലിക്ക് വേണ്ടി പുതിയ തരത്തിൽ പഠിക്കണം. നമ്മുടെ ഏറ്റവും ലോകത്തിന് ആവശ്യമുള്ള എന്താണോ അത് മനസ്സിലാക്കിയിട്ട് സ്കില്ല് നേടണം. അപ്പോൾ അതിന് വേണ്ടി കൂടി 1000 രൂപ ഗവൺമെൻറ് കൊടുക്കുകയാണ്. അത്ര 5 ലക്ഷം ആൾക്ക് കൊടുക്കുകയാണ്. 5 ലക്ഷം യുവാക്കൾക്ക് കൊടുക്കുകയാണ്, ഡിഗ്രി കഴിഞ്ഞവർക്ക്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ IT പോളിടെക്നിക്കെല്ലാം കഴിഞ്ഞവർക്ക് കൊടുക്കാൻ പോകണം. ഈ നവംബർ 1 തീയതി മുതൽ നടപ്പിലാക്കാൻ പോവാണ്. 5 ലക്ഷം ചെറുപ്പക്കാർ. മടിയന്മാരൊന്നാവില്ല, അവർ നല്ല ഊർജ്ജസ്വലരായിട്ട് മാറും. അവർക്ക് തൊഴിൽ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ MA MS ഡിഗ്രി കൊണ്ട് മാത്രം കിട്ടില്ല. പലർക്കും കിട്ടണമെങ്കിൽ എന്ത് വേണം? അവർക്ക് സ്കില്ല് വേണം. ആ സ്കിൽ പരിശീലിപ്പിക്കണം. അത് 3 മാസം മതി, ചിലപ്പോൾ 6 മാസം മതി. അപ്പോഴേക്ക് അവർക്ക് ജോലി കിട്ടും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു 5 ലക്ഷം ആളുകളെയാണ് ഈ ഗവൺമെൻറ് കണ്ടെത്തി. ആരും പറഞ്ഞതല്ല ഇത്. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒരു പുതിയ കാഴ്ചപ്പാടാണ്. ജോലി എങ്ങനെയാണ് കൊടുക്കാനാകുക? KDSCിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ വിജ്ഞാന കേരളത്തിൻ്റെയും ഒക്കെ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ചെറുപ്പക്കാരെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇടപെട്ട് അവർക്ക് ജോലി കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ സഹായിക്കാൻ ഇപ്പോൾ 5 ലക്ഷം ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഈ പറയുന്ന പണം. ഇങ്ങനെ ഞാനിപ്പോൾ ഓരോന്നോരോ ആശാവർക്കർമാർ അവർക്ക് 1000 രൂപ, അംഗൻവാടിക്കാർക്ക് 1000 രൂപ, അതുപോലെ തന്നെ നമ്മുടെ ഏരിയാടിസ്ഥാനത്തിലുള്ള നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് 1000 രൂപ ഗ്രാൻഡ്. ഇങ്ങനെ 1 കോടിയിലധികം വരുന്ന ആളുകൾക്ക് ആനുകൂല്യം നൽകിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ മന്ത്രിസഭാ യോഗത്തോടുകൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സംഭവമായിട്ട് മാറാൻ പോവുകയാണ്. ആവേശകരമായ ഒരു പശ്ചാത്തലമാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ അസംബ്ലി യോഗം ചേർന്ന് ഉടനെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ കേൾക്കുക? ഇത് മാനസികമായ ഒരു സ്ഥിരതയോടുകൂടി കേൾക്കാൻ സാധിക്കണ്ടേ അസംബ്ലിയിൽ? അത് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം തന്നെ എഴുന്നേറ്റ് പുറപ്പെട്ടിയാണ്. എന്നിട്ടാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞ് നടന്നത്. പക്ഷേ നിങ്ങളിന്നലെ പറഞ്ഞില്ലോ 10 ലക്ഷത്തിലധികം ആളാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം മാത്രമായിട്ടുള്ള ആളുകൾ ഈ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ പ്രകടനവും സമ്മേളനവും പായസദാനവും അതുപോലെ തന്നെ മധുരപലഹാരവും എല്ലാം വിതരണം ചെയ്തു. എത്ര? 10 ലക്ഷത്തിലധികം. അത് ഈ രാജ്യം അനുഭവിക്കുന്നതാണ്, നാട് കാണുന്നതാണ്. അല്ലാണ്ട് ദാരിദ്ര്യം അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ട്രംപല്ല, അതിൻ്റെ മുമ്പത്തെ ട്രംപ് ഇന്ത്യയിലുണ്ട്. ഓർക്കുന്നില്ലേ? പത്രക്കാർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. എന്നിട്ട് എന്താ ചെയ്തേ? വന്നത് 2020
2020 ഫെബ്രുവരിയിൽ. എന്നിട്ട് സെൻട്രൽ വന്ന് കേന്ദ്രത്തിൽ വന്ന് കേന്ദ്രം കണ്ടാൽ മാത്രം പോരാ, മൂടിയുണ്ടല്ലോ. അയാളെ കാണണം, ഗുജറാത്ത് കാണാൻ പോയി, അഹമ്മദാബാദ്. എന്താ ചെയ്തത്? ആരെങ്കിലും ഓർമ്മയുടെ പറഞ്ഞു ചെയ്തത് ചേരി മുഴുവൻ വലിയ മതിൽ കെട്ടി മറച്ചു. എത്രയാണെന്നറിയാം? ഷീറ്റ് മാത്രമൊന്നുമല്ല, മതിൽ കെട്ടിയ ഫോട്ടോ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചു. നിങ്ങൾ നോക്കണം. 100 കോടി റുപ്യാണ് അതിന് ചെലവഴിച്ചത്. ഇത് മറയുണ്ടാക്കാൻ. അതിദാരിദ്ര്യം കാണാതിരിക്കാൻ വേണ്ടി BJP ഗവൺമെൻറ്റും BJPയും എടുത്ത നിലപാട് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മതിലും കെട്ടിയില്ല കേരളത്തിൽ. ഒരു തരത്തിലുള്ള മതിലുമില്ല, ഒരു തരത്തിലുള്ള മറയുമില്ല. ഈ കേരളം മുഴുവൻ സന്ദർശിക്കാം. എന്നിട്ട് VD സതീശൻ കണ്ടുപിടിക്കട്ടെ അതിദാരിദ്ര്യമുള്ള ഇന്നയാളുണ്ട്, അപ്പോൾ ഞങ്ങൾ എടുക്കും. കണ്ടുപിടിക്കട്ടെ. ട്രംപിൻ്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് 100 കോടി റുപ്യ ചെലവാക്കിയിട്ട് മറകെട്ടി ഉണ്ടാക്കിയ, എന്നിട്ട് ചേരി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ കൊള്ളരുതായ്മയുണ്ടല്ലോ, ആ കൊള്ളരുതായ്മയുടെ സ്ഥിതിയല്ല കേരളത്തിൽ. നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഏത് സ്ട്രീറ്റിലും പോകാം, ഏത് പ്രദേശത്തും പോകാം, ഏത് നാട്ടിലും പോകാം. VD സതീശൻ ഉൾപ്പെടെ പോയിട്ട് കണ്ടുപിടിക്കട്ടെ അതിദാരിദ്ര്യം. അയ്യോ, ഈ കേരളത്തിലെ അതിദാരിദ്ര്യം നിങ്ങൾ പറഞ്ഞ ദാരിദ്ര്യത അതിദാരിദ്ര്യം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ മനോരമക്കാരനും മാതൃഭൂമിക്കാരനും പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കാനാണ് ചെയ്യുന്നത്. അവരെ ഞങ്ങൾ ഉൾപ്പെടുത്തും. അവരെന്ത് ചെയ്യും? അവരെ അതിദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി നമുക്ക് അവരെയും ശരിയായ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാം. ആരും ഞാൻ ക്ഷണിക്കുകയാണ്. ഏത് പത്രത്തെയും ഏത് TV, നിങ്ങളല്ലെങ്കിൽ ഇത് പോയി ഈ പറയുന്ന മൈക്കും കൊണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, അവിടെ ഇവിടെ എന്നുള്ള ചോദിക്കുന്നില്ല. അത് ചോദിക്കും. എന്നിട്ട് ആരെങ്കിലും കണ്ടെത്തിക്കോ. ആ കണ്ടെത്തിയവരെ മുഴുവൻ അർഹതയുള്ളവരാണെങ്കിൽ അവരെല്ലാം ഉൾപ്പെടുത്തും, ഇനിയും ഉൾപ്പെടുത്തും. ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ട്. ഞങ്ങൾ യഥാർത്ഥത്തിൽ 4 ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഒരു 7 മാസക്കാലത്ത് നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. അതിദരിദ്രം എന്ന് പറയുമ്പോൾ ദരിദ്രരെ ഉൾപ്പെടുത്തണ്ട, ദരിദ്രർ പറയുന്നുണ്ട്. ആ ദരിദ്രരെ കണ്ടെത്താനല്ല നമ്മൾ പറഞ്ഞത്, അതിദരിദ്രരെ കണ്ടെത്താനാണ്. അതിനൊരു മറിയുമില്ല. കേരളം മുഴുവൻ തുറന്നിട്ടിരിക്കുന്നു. തുറന്നിട്ട കേരളത്തിൽ ഈ പറയുന്ന VD സതീശനും ഈ വിമർശനം നടത്തിയിട്ടുള്ള ഈ ചിന്തകന്മാർ അങ്ങനെയാണല്ലോ അവർ പറഞ്ഞത്. അവർ ചിന്തിക്കൊന്നും വേണ്ട, അവർ പോയി നോക്കിയാൽ മതി. എന്നിട്ട് ഈ പറഞ്ഞ പട്ടികയിൽപ്പെട്ട അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തിയാൽ അവരെയും കൂടി നമുക്ക് അതിദാരിദ്ര്യ വിമുക്തമാക്കാനുള്ള പണി നടത്താം. പോരെ? ആ ചിന്തന്മാരുൾപ്പെടെയാണ്. അവർ പല കാര്യത്തിലും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിദാരിദ്ര്യത്തെ പറ്റി ചിന്തിക്കാൻ ശേഷിയില്ല. മമ്മൂട്ടി തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയറാണ്, വിശപ്പാണ്. അത് കുറച്ച് അറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ കൃത്യമായ അതിദാരിദ്ര്യത്തിൻ്റെയും കാര്യം പറയാൻ സാധിക്കും. കുഞ്ഞാമൻ പറഞ്ഞിട്ടില്ലേ? കുഞ്ഞാമൻ കേട്ടിട്ടുണ്ടോ? കുഞ്ഞാമൻ്റെ ഒരു പുസ്തകമുണ്ട്, വായിച്ചു നോക്കണം നിങ്ങളെല്ലാം. ആ പുസ്തകത്തിന്റെ പേര് ഞാൻ പറയാം, എതിര് എന്നാണ്. എതിര് കേട്ടിട്ട്? എതിര് ആയില്ലേ? അല്ല, നിങ്ങൾ അങ്ങനെ പറയണ്ട. ഞാൻ പറഞ്ഞ അല്ലല്ല, നിങ്ങളവിടെ അറിയാം. അതാണ് ചോദിച്ചാൽ അറിയില്ലായിരുന്നു. അറിയാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അസ്വസ്ഥനാവണ്ട. എന്താ കാരണം വെച്ചാൽ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ എല്ലാം വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തന്നെ ഞാൻ ചോദിക്കുന്നത്. വെറുതെ ചോദിക്കുന്നൊന്നുമല്ല, നിങ്ങളെ പരീക്ഷിക്കാനുമല്ല. അങ്ങനെ ജനങ്ങൾക്കിത് മനസ്സിലാവുന്നു. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാനിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയാണ്. അല്ലാണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നുമല്ല. കുഞ്ഞാമൻ അറിയുമെന്ന് ഞാൻ ചോദിച്ചത്. കുഞ്ഞാമനെ നിങ്ങൾ പല പ്രാവശ്യവും കോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. പട്ടിണിയുടെ കാര്യം പറയുമ്പോൾ, വിശപ്പിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ കുഞ്ഞാമനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ മമ്മൂക്കയുടെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ വിശപ്പിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോഴേ ഞാൻ കുഞ്ഞാമനെ പറ്റി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കുഞ്ഞാമൻ്റെ എതിരി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അത് വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. വിശപ്പിൻ്റെ കൃത്യമായ കാഠിന്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അതുപോലുള്ള പുസ്തകം വായിക്കണം. അനുഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ വ്യക്തതയോടുകൂടി ഞാൻ ഓർപ്പിച്ച് പറയുകയാണ്, ലോകത്തിൻ്റെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പുതിയ ചരിത്രം രചിച്ചിരിക്കുന്നു. അത് അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ സാധിച്ചതാണ്. അതിന് തുടർച്ചയായ പ്രക്രിയയിലൂടെയാണ് ആ കാര്യം സാധിച്ചത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക്
ശരി. പക്ഷേ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഈ പ്രൊസീജിയറൊക്കെ നടന്ന സമയത്ത് അദ്ദേഹം പലതവണ ഇത് ഉന്നയിച്ചിട്ടുണ്ട്, നിയമസഭയിലടക്കം ഇത് ഉന്നയിച്ചിട്ടുണ്ട്, പെട്ടെന്ന് പറഞ്ഞതല്ല എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. എപ്പോഴാണ് ഉന്നയിച്ചത്? അതല്ലേ ഞാൻ പറഞ്ഞത്. ഇതിന്റെ പ്രൊസീജിയർ ആരംഭിച്ചത് ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ്. ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ട് സർവേ നടത്തി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ അതായത് ഓരോ പ്രദേശത്ത് വാർഡ് സമിതിയിൽ ഉൾപ്പെടെ അവതരിപ്പിച്ച് പരസ്യപ്പെടുത്തി. അങ്ങനെയാണ് ഈ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയത്. പിന്നെ എവിടെ പറഞ്ഞാണ് പറയുന്നത്? പക്ഷേ ഈ PMC നടപടിയുടെ കാര്യത്തിൽ ഈ കത്തയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചല്ലോ, ഇതുവരെ ഈ കത്ത് അയച്ചിട്ടില്ല. എന്താണ് അതിന് സ്റ്റാറ്റസ്? ചോദിച്ചാൽ മതി. ആരോടെ? മന്ത്രിസഭയോട്. അല്ല, ഞാനെങ്ങനെ പറയാം? ഇതെല്ലാം ഗവൺമെന്റ് ഔദ്യോഗിക തീരുമാനമല്ലേ? ഔദ്യോഗികമായിട്ട് തീരുമാനിക്കുന്ന കാര്യം ഔദ്യോഗികമായിട്ടല്ലേ ചോദിക്കേണ്ടത്? എന്നോട് ചോദിച്ചിരുന്നതാ. കത്തയക്കുന്നില്ലേ? കത്തയക്കത്തില്ലേ? ചോദിക്കണോ? അല്ല, ഈ PMC പദ്ധതിയുടെ കാര്യം ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത് CPIM സെക്രട്ടേറിയറ്റ്. അതല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ സംഭവം കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടി അറിഞ്ഞിരുന്നോ ഇത് ഈ സംഭവം? പാർട്ടി ചർച്ച ചെയ്തത് ധാരണാപത്രം ഒപ്പിടുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് CPIM സെക്രട്ടേറിയറ്റോ അങ്ങനെ സമിതിയോ ചർച്ച ചെയ്തിരുന്നു? അല്ല, ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കരുത്. ചർച്ച ചെയ്യാണ്ടിരിക്കുക ഒരു ദിവസം സുപ്രഭാതത്തിലാണോ? ഒരുപാട് കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പിടുന്നത് പാർട്ടി സെക്രട്ടറിയോ സെക്രട്ടേറിയറ്റോ പാർട്ടി ജനറൽ സെക്രട്ടറിയോ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ്. അറിഞ്ഞില്ല എന്നാണ് മന്ത്രിമാരൊന്നും അറിഞ്ഞിട്ടില്ല. അതിനിപ്പോ ഒരു ഉത്തരം ഞാൻ പറയുന്നില്ല. ഭാഷയെ ഇരുട്ടിൽ നിർത്തിയതല്ലോ. ആയിക്കോട്ടെ, ഞാൻ ഇരുട്ടിലോ വിളിച്ചു അതിലൊരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കാര്യം ഇതാണ്: മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ചയാണ് ഞാൻ പറഞ്ഞല്ലോ. അതാണ് തന്നെ പറഞ്ഞത്. ശരി. അല്ല, തലമുറയുടെ ആൾക്കാർ വരാൻ അടുത്ത നിൽക്കാനാ പോയത്. തലമുറയിലേക്ക് ആരോട് മധ്യസ്ഥാനം പറയുന്നത്? എന്തിനീ? അല്ല, അതാണ് ചോദിക്കുന്നത്. എന്തടിസ്ഥാനത്തിലുള്ള മധ്യസ്ഥ? അത് മധ്യസ്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതെല്ലാം മധ്യസ്ഥം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമാണോ? ഇതെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ? എല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇടപെടുന്നുണ്ട്, അഖിലേന്ത്യാ നേതാവ് ഇടപെടുന്നുണ്ട്, ഞാൻ ഇടപെടുന്നത്, എല്ലാവരും ഇടപെടുന്നുണ്ട്. ഈ ഇടപെടുന്നത് ഇന്ന ഈ സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ഈ കാലത്ത് ആരും പറയുമോ? നിങ്ങളെല്ലാം ഇപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഒരാൾക്ക് തളിപ്പറമ്പിലുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇടപെടാൻ പറ്റില്ലേ? ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളപ്പോഴും ഇടപെടാൻ പറ്റുന്നല്ലേ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ? പിന്നെ ഇമാതിരിയുള്ള ചോദ്യമൊക്കെ ചോദിക്കാനുള്ള അർത്ഥമില്ല. തളിപ്പറമ്പില് അത് ഇവിടെ തന്നെ ഇവിടെ വന്നിട്ടുള്ള പട്ടത്തിൽ ഇവിടെ തന്നെ ചെയ്യണം. ഇല്ല. ഞാൻ ആദ്യം മുതലേ മൂന്ന് ഘട്ടത്തിലായിട്ട് ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഞാൻ ആ ഘട്ടത്തിൽ ആദ്യം മുതൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി മൂന്നാം ഘട്ടത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പോകും എന്നാണ് ആദ്യത്തെ നിങ്ങളുടെ വലിയ വാർത്ത വന്ന സമയം മുതൽ 2-3 പ്രാവശ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത്. ആ 3 പ്രാവശ്യം പറഞ്ഞത് ശരിയാണ് എന്നാണ് ഇപ്പോൾ തെളിയിച്ചു. ആര് എല്ലാം ഒരുക്കം പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങളിന്ന് സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റ് എല്ലാം ചേർന്നു. ഞങ്ങളുടെ എല്ലാ ഒരുക്കവും പൂർത്തിയായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രാവശ്യത്ത് നടത്താൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി മഹാഭൂരിപക്ഷം വരുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുന്നോട്ടേക്ക് ഏത് അത് പ്രഖ്യാപിച്ചില്ലല്ലോ. പ്രഖ്യാപിക്കാൻ എനിക്ക് പറയാൻ പറ്റുമോ?
പ്രതിഷേധങ്ങൾ ഇച്ചിരി കടന്നുപോയെന്ന് തോന്നുന്നുള്ളൂ. കാരണം ഈ സംഘി കുട്ടി ചുമത്തി എന്നൊക്കെയായിരുന്നു മുദ്രാവാക്യം. അതിനകത്ത് എന്താ മാഷിന്റെ അഭിപ്രായം? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? മാഷ് പറ. അല്ല, നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം കൂടി ഞാൻ ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ തോന്നുന്നത് നിങ്ങളുടെ തോന്നലും കൂടി കേട്ടിട്ട് ഞാൻ പറയാം. ഞങ്ങൾക്ക് പല തോന്നലുണ്ട്. പൊതുസമൂഹത്തിൽ തെറ്റാണെന്ന് തോന്നിയിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും തെറ്റ് തന്നെയാണ്. വലിയ